ഒരു വലിയ ചോദ്യം കൊല്ലത്ത് നിന്ന് ഉയരുന്നുണ്ടായിരുന്നു. മുകേഷ് എം.എൽ.എ വരുമോ ഇല്ലയോ എന്നുള്ളത്. ഏതായാലും മുകേഷ് എം.എൽ.എ എത്തിയിരിക്കുകയാണ്. മുകേഷ് എം.എൽ.എ CPIM സമ്മേളന വേദിയിലെത്തി. താൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, പാർട്ടിയോട് പറഞ്ഞിട്ടാണ് പോയതെന്ന് സമ്മേളന വേദിയിലെത്തിയ മുകേഷ് പ്രതികരിച്ചു. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പ്രതിനിധികളാണ്. താൻ പ്രതിനിധിയല്ല, പാർട്ടി അംഗവുമല്ല. മാധ്യമങ്ങളുടെ ഈ കരുതലിന് പ്രത്യേക നന്ദിയുണ്ടെന്നും മുകേഷ് പറഞ്ഞു. കൊല്ലത്ത് നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോഴേക്കും ഇത്രയും സ്നേഹം തരുന്നതിന് നന്ദിയുണ്ടെന്നും പരിഹാസരൂപേണ മുകേഷ് പ്രതികരിച്ചു. മുകേഷ് ഇവിടെ ഉണ്ട്. ഇപ്പോഴാണുള്ളത്. 3-ാം ദിവസം സമ്മേളനം. 2 ദിവസം ഇല്ലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ നിങ്ങളുടെ ഈ കരുതലിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൊല്ലത്ത് ഞാൻ ഇങ്ങോട്ടോ മാറുമ്പോഴത്തേക്ക് ഇത്രയും സ്നേഹവും ഇത്രയും അല്ല, നമ്മളില്ലാതെ കൊല്ലം ഇല്ല, അത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് രാവിലെ ലണ്ടനിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു. സംസ്ഥാന സമ്മേളനത്തിന് പോകുന്നില്ലേ? ഞാൻ പറഞ്ഞത് ഞാൻ പൂയപ്പള്ളിയിലെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഞാൻ പറഞ്ഞു എന്താണ് ലണ്ടനിൽ പോയത്? ജോലി. ഞാൻ പറഞ്ഞു ജോലിയാണ് ഞാനും പോയത്. ഇന്ന് വരും, അത്രയേ ഉള്ളൂ. ജോലിക്കൊരു പ്രാധാന്യം കൊടുക്കണം, അതുകൊണ്ടല്ലേ ജീവിതമാർഗമല്ലേ. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അർജുൻ രാജ് ചേരുകയാണ്. അർജുൻ, ജോലിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ഏതായാലും മാധ്യമങ്ങളുടെ ഈ കരുതലിന് നന്ദിയുണ്ട് എന്ന് അദ്ദേഹം പരിഹാസരൂപേണ പറഞ്ഞിരിക്കുകയാണ്. അപ്രഖ്യാപിത വിലക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അതോ ഈ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് പിന്നാലെ MLA വിളിച്ചു വരുത്തുകയായിരുന്നു കൊല്ലത്തേക്ക്? എന്താണ് മനസ്സിലാകുന്നത്? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ കൊല്ലത്തു നിന്നുള്ള MLA കൂടിയായിട്ടുള്ള മുകേഷ് കഴിഞ്ഞ 2 ദിവസം പങ്കെടുക്കാത്തതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്ന്, ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ മുകേഷിന് അപ്രഖ്യാപിത വിലക്ക് CPM ഏർപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറി നിൽക്കുന്നതെന്ന തരത്തിലായിരുന്നു ഒന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം മുകേഷ് MLA ഒരു സിനിമാ ഷൂട്ടുമായി ബന്ധപ്പെട്ട് പുറത്തായിരുന്നു, വിദേശത്തായിരുന്നു. നേരത്തെ തന്നെ പാർട്ടിയോട് പറഞ്ഞ് അനുമതി തേടിയാണ് പോയതെന്നാണ് മുകേഷ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പൊയ്ക്കോളാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയത് എന്നാണ് മുകേഷ് വിശദീകരിക്കുന്നത്. അതിനുശേഷം ആ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചെത്തി ഇന്നു മുതൽ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് മുകേഷ് അറിയിച്ചിട്ടുണ്ട്. നാളത്തെ പൊതുസമ്മേളനത്തിലും അദ്ദേഹം എത്തുമെന്നാണ് പറഞ്ഞത്. പരിഹാസ രൂപേണയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇത്രയും കരുതൽ നൽകുന്നതിന് മാധ്യമങ്ങൾക്ക് നന്ദിയുണ്ട്. താനൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോഴേക്കും അത് അന്വേഷിക്കുകയും എവിടെയാണെന്ന് തിരക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ പ്രത്യേക കരുതലാണെന്നാണ് മുകേഷ് പരിഹസിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ജോലി ആവശ്യാർത്ഥമാണ് മാറി നിന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനൊരു ഒരു ഫോൺ വിളിയുടെ കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ബ്രാഞ്ച് സെക്രട്ടറി വിളിക്കുകയും ബ്രാഞ്ച് സെക്രട്ടറി ലണ്ടനിലാണ്, ജോലി ആവശ്യത്തിനായി പോയതാണ്, അതുപോലെ തനിക്കും പോയിക്കൂടെ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. എന്തായാലും നമ്മളും അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബന്ധപ്പെട്ടതാണ്. ആ സമയത്തൊന്നും അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് ലഭ്യമായിരുന്നില്ല. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് തന്നെ മാറി നിൽക്കുകയാണ് എന്നായിരുന്നു നമുക്ക് ലഭിച്ച വിവരങ്ങൾ. അത് പിന്നെ അപ്രഖ്യാപിത വിലക്കാണെന്ന തരത്തിലേക്കൊക്കെ വാർത്ത വരികയും ചെയ്തു. എന്തായാലും അദ്ദേഹം ഈ 2 ദിവസം മാറി നിന്നതിന് ശേഷം വീണ്ടും, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഷൂട്ട് പോയതിനു ശേഷം വീണ്ടും ഇപ്പോൾ സമ്മേളന വേദിയിൽ എത്തിയിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും സജീവമായി പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ MLA അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രതിനിധി സമ്മേളനം ചർച്ച നടക്കുകയാണ്. അദ്ദേഹത്തിന് പ്രതിനിധിയല്ല, അതുകൊണ്ട് തന്നെ ആ ചർച്ചയിലോ അല്ലെങ്കിൽ സമ്മേളന ഹാളിലോ ഒന്നും കയറാൻ കഴിയാത്ത സ്ഥിതിയാണ്. അതാണ് അദ്ദേഹം പറഞ്ഞ ന്യായങ്ങളിലൊന്നും. അതായത് താൻ പ്രതിനിധിയല്ലല്ലോ, അതുകൊണ്ട് തന്നെ തനിക്ക് ഈ പ്രതിനിധി ചർച്ചകളിലെല്ലാം പങ്കെടുക്കാൻ കഴിയില്ല. അതിലൊക്കെ പങ്കെടുക്കേണ്ടത് പ്രതിനിധികളാണ്. ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപുണ്ടായിരുന്ന മറ്റ് കാര്യങ്ങൾ, അതായത് ഈ ലോഗോ പ്രകാശനം ഉൾപ്പെടെയുള്ള മറ്റ് ചടങ്ങുകളിലൊക്കെ ഞാൻ സജീവമായി പങ്കെടുത്തിരുന്ന ആളാണ്. ഇത് നേരത്തെ മുൻകൂട്ടി ഉണ്ടായിരുന്ന ഷൂട്ട്, അത് വിദേശത്തായിരുന്നു, അത് കുറച്ച് നിയന്ത്രണങ്ങളൊക്കെയുള്ള ഷൂട്ടായിരുന്നു. അതുകൊണ്ട് അത് പോകേണ്ട അത്യാവശ്യമുള്ള കാരണം കൊണ്ടാണ് പാർട്ടിയോട് അനുമതി തേടി ഇത്തരത്തിൽ പോയതെന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായത്. പക്ഷേ ഗോവിന്ദ മാഷിൻ്റെയൊക്കെ പ്രതികരണം ഇക്കാര്യത്തിൽ കുറച്ച് ദേഷ്യം നിറഞ്ഞ തരത്തിലാണ് നമ്മളൊക്കെ കേട്ടത്. മുകേഷ് എവിടെയാണെന്ന് നിങ്ങൾ തന്നെ ചെന്ന് അന്വേഷിച്ചാൽ മതി, നിങ്ങളാണ് അത് തിരക്കേണ്ടതെന്ന തരത്തിലായിരുന്നു MP ഗോവിന്ദൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. എന്തായാലും അതിൻ്റെ സസ്പെൻസ് ഒക്കെ അവസാനിക്കുകയാണ്. 2 ദിവസം ആ സ്ഥലത്തെ MLA, അതായത് സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഇടത്തെ MLA അതിൽ നിന്ന് മാറി നിന്നു എന്നുള്ളത്
എന്തായാലും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നതാണ്. അത് പരമാവധി അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഈ സമ്മേളന നഗരിയിലേക്ക് 3-ാം ദിവസം അദ്ദേഹം എത്തിയിട്ടുള്ളത്. ഏതായാലും മുകേഷ് എത്തിയിരിക്കുകയാണ് അവിടെ. നേരത്തെ അർജുൻ പറഞ്ഞതുപോലെ എം വി ഗോവിന്ദൻ ഏറ്റവും പ്രകോപിതനായി കണ്ടത് ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും കൂളായിട്ട് പെരുമാറുന്ന രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ അദ്ദേഹം ഒന്ന് പ്രകോപിതനായത് മുകേഷ് എവിടെ എന്നുള്ള മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യം കേട്ടപ്പോഴായിരുന്നു.